ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. മലയാള സംസ്കൃതം ലിപികളിൽ മൂലശ്ലോകം പദാനുപദ അർത്ഥവും വിവർത്തനവും. അധ്യായം 6. ധ്യാനയോഗം. വിവർത്തനം. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. അർത്ഥം പറയാം. ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വീഴ്ച എന്നീ ശാരീരിക ആവശ്യങ്ങൾ അമിതമായാൽ യോഗ പരിശീലന പുരോഗതിക്ക് വിഘ്നം ചെയ്യും. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ട് നിയന്ത്രണം സാധ്യമാവും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ധ്യാനങ്ങൾ, പാല് മുതലായ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ മനുഷ്യഭോജ്യമല്ലാത്ത അതോ സാത്വിക ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതിനെ തനിയെ പരിശീലിക്കുന്നു. ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിലാകട്ടെ, കൃഷ്ണാവബോധ പ്രേരിതങ്ങളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ എപ്പോഴും ജാഗരൂകനായ അയാൾ അനാവശ്യമായി ഉറങ്ങുന്നത് വലിയ സമയനഷ്ടമായിട്ടാണ് കരുതുക. ആവർത്തകാലത്വം തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഭക്തന് ദുസ്സഹമാണത്രേ. അതുകൊണ്ട് അയാൾ ഉറക്കം ആവുന്നത് കുറയ്ക്കും. ഇതിന് മാതൃകയാണ് ശീലാരൂപ ഗോസ്വാമി. അദ്ദേഹം ദിവസത്തിൽ 2 മണിക്കൂറിലധികം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ തന്നെ മുഴുകി ആനന്ദിക്കും. ഹരിദാസ് ഠാക്കൂറാകട്ടെ തൻ്റെ ജപമാലയിൽ 3 ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുള്ളൂ. പ്രവൃത്തിയെ സംബന്ധിച്ചു നോക്കിയാൽ കൃഷ്ണാവബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താൽപര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ മാത്രമാണ് ഏർപ്പെടുക. അതുകൊണ്ട് ആ പ്രവൃത്തി നിയന്ത്രിതവും ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാത്തതും ആയിരിക്കും. ഇന്ദ്രിയ സന്ദർപ്പണത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭൗതിക വിശ്രമവും ആവശ്യമാകുന്നില്ല. വാക്കിലും കർമ്മത്തിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശാരീരികമായ ഏതൊരു പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിക്കുന്നതിനാൽ അയാൾക്ക് ഭൗതിക ദുഃഖങ്ങളില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.